ഹലോ അക്കോ പെറ്റൽസിലെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്നെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലേ. അപ്പോൾ തിരുവോണം ദിനത്തിൽ തന്നെ ഒത്തിരി സർപ്രൈസായിട്ട് വരണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ ഓണമൊക്കെ? അടിച്ചു പൊളിക്കുവാണോ? ഓണക്കോടിയും ഓണസദ്യയും എന്തെല്ലാം വിശേഷങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ അക്വാപെറ്റൽസിലെ കുറച്ച് വിശേഷവും കൂടി കാണാം കേട്ടോ. ഞാൻ ഒത്തിരി വെറൈറ്റി റോസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. ഒരുപാടൊക്കെ നിങ്ങൾ കണ്ട റോസുകൾ അതിൻ്റെ എല്ലാം മദർ പ്ലാന്റ് ആണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ തിരുവോണത്തിൽ നിങ്ങൾക്ക് കണ്ട് മദ്യം മറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് റോസുകൾ കേട്ടോ. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തായിട്ടാണ് ചെയ്തത്. ഞാൻ വിചാരിച്ചു 2 പാർട്ടായിട്ട് വീഡിയോ ഇടാമെന്ന്. പക്ഷേ പിന്നെ നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ ഇതിൽ തന്നെ വീഡിയോ ചെയ്യുവാട്ടോ. കുറച്ച് വീഡിയോസ് വേറെയും കുറച്ചധികം വീഡിയോസ് നമ്മൾക്ക് ഇടാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കിട്ടിയില്ല. വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ ക്വാളിറ്റി കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൽ തന്നെ പിക്ചർ ക്വാളിറ്റി ഒന്ന് കൂട്ടിയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത്, പ്ലാൻസ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് കാണുക. നല്ല വിശദീകരിച്ചിട്ടാണ് പ്ലാൻസ് ഓരോന്നും കാണിച്ചിട്ടുള്ളത്. എക്സ്ട്രാ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് അയച്ചു തരാനുള്ള ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല. ഞാനും ഓണാഘോഷത്തിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾ തിരക്ക് കൂട്ടണ്ട, പതുക്കെ വിശദമായിട്ടൊക്കെ കണ്ടിട്ട് അയച്ചാൽ മതി. ഓർഡറൊക്കെ ഞാൻ പതുക്കെ എടുത്ത് തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്ലാന്റിലോട്ട് പോകാം. അതിനിടയിൽ കുറച്ച് വിശേഷങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ക്യൂൻ എലിസബത്ത് റോസ് ആണ് കേട്ടോ. ക്യൂൻ എലിസബത്ത് റോസിന് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ ഗാർഡനിൽ ഒത്തിരി വിറ്റഴിക്കപ്പെട്ട റോസാണ് ക്യൂൻ എലിസബത്ത്. കാരണം അത്രയും ഫാൻസ് ഉണ്ടായിരുന്നു ആ സമയം എന്നൊക്കെ പറയാനും കാരണമുണ്ട്. ഇപ്പോൾ വരൽ കുറവായിരുന്നു, ലഭ്യത കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ എനിക്ക് കാർട്ടിൽ നിന്ന് തന്നെ ഹൈഡ് ചെയ്യേണ്ടി വന്ന ഒരു റോസാണ്. എൻ്റെ ഫേവറേറ്റ് റോസിൽ ഉൾപ്പെടുന്ന ഒരാളാണ് ക്യൂൻ എലിസബത്ത്. നല്ല വലിപ്പമുള്ള പൂക്കളോട് കൂടിയ റോസാണ്. അതുപോലെ തന്നെ നല്ല മണമാണ്, വിരിയുന്ന സമയത്ത് നല്ല മണമാണ്. പക്ഷേ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ സ്മെല്ല് പതുക്കെ മാറുന്നതാണ്. പക്ഷെ വിരിയുന്ന സമയത്ത് അപാര സുഗന്ധമാണ് ഈ റോസിന്. അതുപോലെ തന്നെ ഒരു ചെറിയ പ്ലാന്റ് ആണെങ്കിൽ പോലും അതിൻ്റെ കമ്പുകൾക്ക് അത്രയും കട്ടിയും നല്ല വേരോട്ടമുള്ള, നിങ്ങൾക്ക് റെഡ് പിനോക്കിയോ റോസൊക്കെ അറിയില്ലേ, അത്രയും വേരോട്ടമൊക്കെ ഉള്ളൊരു നാടൻ പ്ലാന്റ് ആണ് കേട്ടോ ക്യൂൻ എലിസബത്ത് റോസിൻ്റേത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾക്ക് ഈ റോസ് ഇഷ്ടമായിരുന്നു. നമ്മുടെ നിന്ന് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മദർ പ്ലാന്റ് ട്രീ റോസ് വരെ സെയിൽ ചെയ്തിട്ടുണ്ട്. ട്രീ റോസ് എന്നൊക്കെ പറഞ്ഞാൽ അത് കാണണ ഒരു 1.5 പ്ലാന്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആരോഗ്യമുള്ള അടിപൊളി പ്ലാന്റ്സ് ഉണ്ട്. ഇതിൽ മദർ പ്ലാന്റ് നമുക്ക് സെയിലുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ക്യൂൻ എലിസബത്ത് റോസ് സെയിൽ ചെയ്യുന്ന റേറ്റ് 150 രൂപയാണ് കേട്ടോ. പക്ഷേ നല്ല അടിപൊളി റോസാണ്. നമുക്കിപ്പോൾ കുറച്ച് റേറ്റ് കൂട്ടണമെങ്കിൽ അങ്ങനെയും കൂട്ടാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലഭ്യത നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഓണം ഇതായതുകൊണ്ട് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ്, അല്ലെങ്കിൽ ഇത്രയും നമുക്കിപ്പോൾ അതൊരു റെയറായിട്ടാണ് കിട്ടുന്ന ആ ഒരു റോസ് 150 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. നല്ല ഹൈറ്റിലൊക്കെ ഉള്ള പ്ലാന്റ് ആണ്. ഇനി ഹൈറ്റ് കുറച്ച് കുറവാണെങ്കിൽ പോലും നല്ല കട്ടിയുള്ള ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടാണ് പ്ലാന്റ്സ് കളക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കയ്യിലില്ലാത്തവർ എന്തായാലും വാങ്ങാം. കുറച്ചും കൂടി വലിപ്പമുള്ള നല്ല പൊക്കത്തിലൊക്കെ ഉള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ അത് സൈസ് അനുസരിച്ചിട്ട് റേറ്റ് പറയുന്നതായിരിക്കും കേട്ടോ. ഇനി അടുത്തത് ക്യൂൻ എലിസബത്തിൻ്റെ തന്നെ ആപ്രിക്കോട്ട് കളറാണ് കേട്ടോ. തികച്ചും ക്യൂൻ എലിസബത്ത് പിങ്കിൽ നിന്നും വേറിട്ടൊരു സുന്ദരിയാണിത്. കാരണം ഒരു പ്രത്യേക ഭംഗിയാണ്. 2 പേരും വിരിയുന്ന സമയത്ത് ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവർക്ക് പെറ്റൽസ് കുറവാണ്. ഉള്ള പെറ്റൽസ് ആണെങ്കിലും നല്ല വലിപ്പമുണ്ട്. പിന്നെ വിരിയുന്ന സമയത്ത് നമ്മുടെ അകത്തിരിക്കുന്ന ആ ഒരു പെറ്റലുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഉണ്ട ഷേപ്പിൽ ഒരു ബൾബ് പോലെ കണ്ടോ, ഇങ്ങനെ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ക്യൂൻ എലിസബത്ത് പിങ്കിലും അങ്ങനെയാണ് കേട്ടോ. ചില റോസുകൾ അങ്ങനെയാണ് പൂക്കളുണ്ടാകുന്നത്. നല്ല ഭംഗിയാണ് അങ്ങനെ ഉള്ള റോസുകൾ കാണാനായിട്ട്. അങ്ങനെ ആ ഒരു സമയത്ത് വിരിഞ്ഞു വരുന്ന സമയത്ത് കാണാനാണ് കേട്ടോ. അപ്പോൾ ആപ്രിക്കോട്ട് കളറിൽ ഒരുപാട് റോസുകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കുണ്ട്. ആ ഒരു കളറ് വെച്ചിട്ടാണ് ശരിക്കും അതിനൊരു ഇപ്പോൾ മിക്ക റോസുകൾ ആപ്രിക്കോട്ട് കളർ റോസ് എന്നും പറഞ്ഞ് സെയിൽ ചെയ്യാറുണ്ട്. ഞാൻ മെയ്ഡ് ഓഫ് ഓണർ റോസൊക്കെ ആപ്രിക്കോട്ട് റോസ് എന്നും പറഞ്ഞാണ് ആദ്യം സെയിൽ ചെയ്തോണ്ട്, പിന്നെയാണ് എനിക്ക് അതിൻ്റെ ഐഡിയ ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇത് നമ്മുടെ ക്യൂൻ എലിസബത്ത് ആപ്രിക്കോട്ട് കളറാണ്. ഇതുപോലെ തന്നെ ആപ്രിക്കോട്ട് കളറിൽ ഇപ്പോൾ വിപണിയിൽ വിൽപ്പനയ്ക്കുള്ള ഒരു റോസ് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആ റോസിൻ്റെ ഐഡി കറക്റ്റ് അതാണോ എന്ന് എനിക്കറിയില്ല. വേറെ എന്തോ നല്ലൊരു ഐഡിയ അതിനുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് കണ്ടോ, ഇത് വിരിയുമ്പോൾ ഉള്ളൊരു ഭംഗി എന്ന് പറയുന്ന ഒരു പ്രത്യേക സൗന്ദര്യമാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ്സ് നമുക്ക് പിങ്കിൻ്റെ അത്ര അവൈലബിൾ അല്ല കേട്ടോ. പിങ്കിൻ്റെ അത്ര നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ
പ്രീ ഓർഡർ വേണമെങ്കിൽ ചെയ്യാം, കാരണം ഇപ്പോൾ പ്ലാൻസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി നാളുകൾക്ക് ശേഷം കേട്ടോ. ഇത് നമ്മുടെ കാട്ടിൽ എപ്പോഴും കിട്ടുന്ന രീതിയിൽ ലഭ്യമായിട്ടുള്ളൊരു റോസായിരുന്നു, പക്ഷേ കുറച്ച് നാളുകളായിട്ട് വന്നില്ല, അതുകൊണ്ട് ഹൈഡ് ചെയ്തു. പക്ഷേ ഇതിപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീ ഓർഡർ പ്ലാൻസ് തീർന്നു കഴിയും, ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡർ ചെയ്യാം. അത്രയും എല്ലാവരും കൊതിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലാൻസ് ആണ് കേട്ടോ ഇപ്പോൾ വീണ്ടും വന്നേക്കുന്നത്. ഇനി അടുത്ത പ്ലാന്റ് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് പ്രിൻസസ് ഡിമോണോക്കോ റോസ്, അതുപോലെ തന്നെ ജൂലിയാസ് റോസ്, ഏഞ്ചൽ ഫേസ് റോസ്, അങ്ങനെ ഒത്തിരി റോസുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒരു റോസുകളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞൊരു സെക്ഷനിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ഒരു റോസ് ഈ വീഡിയോയിൽ സെയിലിനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മദർ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും CC ഒക്കെ വരുന്ന പ്ലാന്റ് ആണ്. ഇനിയിപ്പോൾ മദർ പ്ലാന്റ്സ് വാങ്ങാൻ കഴിയാത്തവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് റോസുകളെ ആസ്വദിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. നിങ്ങൾക്ക് അതേ രീതിയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. മദർ പ്ലാന്റ്സ് വാങ്ങാൻ കഴിയാത്തവർക്ക് അതിൻ്റെ ചെറിയ തൈകളിൽ ലഭ്യമാവുന്ന സമയത്ത് അതും സെയിലിനായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആരും അയ്യോ ഇത് റേറ്റ് കൂടിയ റോസ് ആണെങ്കിൽ ഇത് ഞങ്ങൾ കാണില്ല അങ്ങനെയൊന്നും വിചാരിച്ച് പോകരുത്. ഒത്തിരി നല്ല റോസുകൾ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു സുന്ദരി റോസ് ഇതാണ്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോസിൻ്റെ കറക്റ്റ് ഭംഗി അതെനിക്ക് ഒരിക്കലും വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടിയിട്ട് ഒരു പ്രാവശ്യം പോലും എനിക്കതിൻ്റെ സൗന്ദര്യം എനിക്ക് പകർത്താൻ കഴിഞ്ഞില്ല. ഒരു താമരപ്പൂ വിരിയുന്ന പോലെയാണ് ഇത് വിരിഞ്ഞു വരുന്നത്. ഒരു മെറൂണും ചോക്ലേറ്റ് കളറും റെഡ് കളറും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഈ റോസിന്. പ്രത്യേക ഭംഗി, ഇലകൾക്കാണെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു നാടൻ റോസിൻ്റെ ഇലകൾ, നമുക്ക് ചില റോസുകൾ കണ്ടാൽ നാടനാണ്, തനി നാടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി പിടിക്കുന്ന കുറച്ച് വെറൈറ്റികളുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എടുത്തു പിടിച്ച വെറൈറ്റിയാണ്. ഇതിൻ്റെ ആകെ 4 പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ പ്രാവശ്യം വന്നതിൽ നമുക്ക് റേറ്റിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയാം. റോസ ചോക്ലേറ്റ് സൺഡേ എന്നാണ് ഈ റോസിൻ്റെ പേര് കേട്ടോ. വളരെ അപൂർവമായിട്ട് ഒത്തിരി റോസുകൾ എനിക്ക് കിട്ടാറുണ്ട്. ഒത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറൈറ്റികൾ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഈ റോസ ചോക്ലേറ്റ് സൺഡേയുടെ അടിപൊളി മദർ പ്ലാന്റ്സ് കേട്ടോ. മദർ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ റോസുകൾ കളക്ട് ചെയ്യുന്നവർ വേഗം മെസ്സേജ് വെച്ചിട്ടുള്ളൂ. 4 പ്ലാന്റ്സേ ഉള്ളൂ. അത്യാവശ്യം നല്ല റേറ്റിലാണ് ഇതിപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം നമുക്കിത് എപ്പോഴും കിട്ടുന്ന റോസോ അല്ലെങ്കിൽ എപ്പോഴും ഈ റോസ് നാളെ വരാം അങ്ങനെ ഒരു രീതിയിലല്ല. എനിക്ക് തന്നെ വളരെ അത്ഭുതത്തോടു കൂടി ഞാൻ കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ റോസുകളെ പരിചയപ്പെടാമെന്ന് പറഞ്ഞ സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കളറ് ഇതൊന്നും അല്ല കേട്ടോ, ഒരു പ്രത്യേക ഭംഗിയാണ് ഈ റോസിന്. നിങ്ങൾ എന്തായാലും ഇത് വാങ്ങണം. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം എന്താണെന്ന് കാണാൻ പറ്റും കേട്ടോ. അതായത് റോസ ചോക്ലേറ്റ് സൺഡേ എന്നാണ്. നല്ല ഭംഗിയിൽ നല്ല ഫോണിലൊക്കെ എടുത്ത ഫോട്ടോസൊക്കെ ഗൂഗിളിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനേ കഴിയുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഭംഗി നൈറ്റ് ടൈമിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഒരു കളറ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരട്ടെ. നൈറ്റ് ടൈമിൽ എടുത്തേക്കുന്ന വീഡിയോ, അപ്പോൾ അതും ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോസ് വേണ്ടവർ ഓർഡർ ചെയ്തോളൂ. നമ്മുടെ സെയിൽ വീഡിയോയിൽ ലാസ്റ്റ് വരെ കാണുക. അടിപൊളി, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു അടിപൊളി ആളെയും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും താരം ഈ ഒരു ചോക്ലേറ്റ് സൺഡേ എന്ന് പറയുന്ന ഈ ഒരു റോസാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു രാത്രി ടൈമിലുള്ള അതിൻ്റെ ഭംഗി കൂടി കാണിച്ചു തരാം. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു കളറായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. എങ്കിലും നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സൗന്ദര്യം നമുക്ക് ക്യാമറയിലൂടെ കിട്ടുന്നില്ല. അത്ര സുന്ദരിയായിട്ടുള്ളൊരു റോസാണിത്. ഒരു ചോക്ലേറ്റ് മെറൂൺ എല്ലാ ഒരു ഷെയ്ഡും എല്ലാം വന്നിട്ടുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് റോസൊക്കെ പുറകെ അത്ര സുന്ദരിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് എനിക്ക് ഇനിയും കളക്ട് ചെയ്യണം എന്നുണ്ട്. ഞാൻ എന്തായാലും ഈ റോസ് ഇനിയും ഓർഡർ ചെയ്യും. കാരണം അത്രയും അടിപൊളി. എനിക്ക് ഒരുപാട് കളക്ട് ചെയ്തിട്ട് സെയിലിനായിട്ട് കൊണ്ടുവരണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ 4 പ്ലാന്റ്സ് നമ്മൾ ഇതിൽ ഇപ്പോൾ ഗാർഡനിലോട്ടൊക്കെ റെയർ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഗാർഡനിൽ ഇപ്പോൾ ഒത്തിരി റോസ് നട്ടിട്ടുണ്ട്. അതുകൊണ്ട് 4 പ്ലാന്റും സെയിലിനായിട്ട് വെക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് നാടൻ റോസിൽ ഒരു വെറൈറ്റി കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന റോസാണ്. പക്ഷേ ഫ്ലവർ നന്നായിട്ട് വിരിഞ്ഞു പോയി. അതുകൊണ്ടാണ് നാടൻ റോസ് കളക്ട് ചെയ്യുന്നവർക്ക് അടിപൊളി മദർ പ്ലാന്റ് ആണ്. ഇതും നമ്മൾ റേറ്റിലാണ് കൊടുക്കുന്നത്. കാരണം ഇതൊരു നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഫ്ലവർ നമുക്ക് മഴ കൊണ്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല. അതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. അത്ര സുന്ദരിയായിട്ടുള്ളൊരു ഓറഞ്ച് റോസായിരുന്നു ഇത്. അപ്പോൾ ഒരു പ്ലാന്റേ ഉള്ളൂ. ആ പ്ലാന്റ് ആദ്യം ചോദിക്കുന്ന ആൾക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് ഒരു
അടിപൊളി വെറൈറ്റി റോസാണ് കേട്ടോ. ഇതും നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു പ്രത്യേക ഭംഗിയുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് കേട്ടോ. ഈ റോസിൻ്റെ പേരാണ് ലൂയിസ് ഡി ഫ്യൂണസ് ഓറഞ്ച് ഹൈബ്രിഡ് ടീ റോസ് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓറഞ്ച് കളറ്, ഞാനിതിൻ്റെ പീച്ച് കളർ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പക്ഷേ ഇതൊരു ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇതിൻ്റെ നെയിം ലൂയിസ് ഡി ഫ്യൂണസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് ടീ വെറൈറ്റി ആണ്. നല്ല ഭംഗിയുള്ള റോസാണ് കേട്ടോ ഇതൊക്കെ. നമുക്കിപ്പോൾ സാധാരണ മദർ പ്ലാന്റ് 2-3 എണ്ണമൊക്കെ കിട്ടാറുള്ളൂ. കുറച്ചധികം പ്ലാന്റ്സ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വലിയ ലോഡാണ് നമുക്ക് ഈ പ്രാവശ്യം എത്തിയത്. അപ്പോൾ മദർ പ്ലാന്റ്സിൽ തന്നെ വലിയ ലോഡാണ്. പക്ഷെ ഒത്തിരി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ട് തന്നെ വേണ്ടവർ വേഗം വാങ്ങിക്കണം കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റോസിൽ ഇതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ഫ്ലവർ എല്ലാം വലിപ്പമുള്ള, നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ള എല്ലാം വലിപ്പമുള്ള ഫ്ലവേഴ്സ് ഉള്ള ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റിയിൽ ഒരു അടിപൊളി റോസാണ് ഞാൻ ഈ കാണിച്ചത്. ഇനി അടുത്തത് ആരാണെന്ന് നോക്കാം. അപ്പോൾ ഒത്തിരി പേരെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അല്ലാത്തതുമായിട്ടുള്ള റോസുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിലെ ഏറ്റവും വെറൈറ്റി റോസുകളാണ് ഞാൻ ആദ്യം കൊടുത്തേക്കുന്നത്. പക്ഷെ പരിചയമുള്ള ഒരാളെ ഞാൻ ഏറ്റവും അവസാനത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് എല്ലാവരും കാണുക. അടുത്തത് നമ്മുടെ റെഡ് റിച്ച് റോസിൻ്റെ അടിപൊളി മദർ പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് റിച്ച് റോസൊക്കെ ട്രീ റോസുകളാണ് നമ്മൾ ആദ്യം കൊടുത്തോണ്ടിരുന്നത്. ട്രീ റോസ് എന്ന് പറയുമ്പോൾ അത്രയും വലിപ്പമുള്ള ഈ ഒരു റെഡ് റിച്ച് റോസ്, ഇത് ഫ്ലോറിബണ്ട റോസാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് റോസുകളെ അപേക്ഷിച്ച് ഇവരിങ്ങനെ ഒരു കാവടി പോലെ അങ്ങ് പോകും. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഒരു വലിയൊരു ബ്രാഞ്ച് മുകളിലോട്ട് പോയിട്ട് അതിങ്ങനെ നിറച്ച് മുട്ടുകളായിട്ട് പൂക്കൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് നമുക്കൊരു കാവടി നിങ്ങൾക്ക് അറിയാലോ എന്താ ഞാൻ ഉദ്ദേശിച്ചത്. അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുന്ന, ഞാൻ അങ്ങനെ പറയാൻ കാര്യം ട്രീ റോസുകൾ അങ്ങനെയാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, നിങ്ങൾ നോക്കിയ നിറച്ച് മുട്ടുകൾ ഇങ്ങനെ നിൽക്കുവാണ്. അതെല്ലാം വിരിഞ്ഞിച്ചെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് എന്താ, ഈ ഒരു കാവടിയുടെ ഒരു ഇതായിട്ട് ഉപമിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേനെ. അപ്പോൾ റെഡ് റിച്ച് റോസിൻ്റെ അടിപൊളി ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ എന്ത് ഭംഗിയായിട്ടാണ് ഈ പ്ലാന്റ്സൊക്കെ. മുട്ടുകൾ നോക്കി അത്രയധികം മുട്ടുകളായിട്ടുള്ള നിറച്ച് പൂക്കളും മുട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസിൻ്റെ മദർ പ്ലാന്റ് കൊണ്ട് നമുക്ക് 150ൻ്റെ വളരെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ 150ൻ്റെ റോസ് വേണ്ടവർക്ക് കുറച്ചുണ്ട് തരാം. ഇനി അത് പ്രീ ഓർഡർ ചെയ്യണം എന്നുള്ളവർക്ക്, ഇപ്പോൾ 150ൻ്റെ റോസ് പ്രീ ഓർഡർ ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. കാരണം ഈ പ്രാവശ്യം മദർ പ്ലാന്റ് ആണ് ഒത്തിരി വന്നിട്ടുള്ളത്. സാധാരണ മദർ പ്ലാന്റ് ഒക്കെ 1-2 വരുന്ന സ്ഥാനത്ത് ഒത്തിരി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റോസ്. അപ്പോൾ വലിയ പ്ലാന്റൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ടോ എന്ത് ഉഷാറായിട്ട് നിൽക്കുന്നത് നോക്കി. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങാം. നല്ല പ്ലാന്റ്സ് ആണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. ആരും മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ കൊറിയർ ചാർജ് അത് പറയാതിരിക്കാൻ വയ്യ. ഈ മദർ പ്ലാന്റ്സ് ട്രീ റോസ് അത്യാവശ്യം നമ്മൾ ചകിരിച്ചോറും മണ്ണിലൊക്കെയാണ് അയക്കുന്നത്. കാരണം അവർക്ക് നല്ല വേരുണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് അതിൻ്റേതായ ഒരു രീതിയിൽ വരും. അപ്പോൾ അത് പറയാൻ കാര്യം, മിക്കവർക്കും നമ്മൾ കൊറിയർ ചാർജ് പറയുമ്പോൾ ഇത്രയും കൊറിയർ ചാർജോ എന്നുള്ളൊരു ഇതാണ്. കാരണം അത്രയും നല്ല പാക്കിങ് വരുന്നുണ്ട്, വെയിറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് ഈ റോസ് നിൽക്കുന്നത്. അപ്പോൾ മദർ പ്ലാന്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ വീഡിയോടൊപ്പം തന്നെ 150ൻ്റെ സൈസും ഞാൻ കാണിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. മദർ പ്ലാന്റും 150ൻ്റെ സൈസൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് വളരെ റെയറായി കിട്ടുന്നത് നമ്മുടെ ഏതൻ റോസ് ആണ് കേട്ടോ. ഏതൻ റോസിൻ്റെ ഒരു അടിപൊളി പിങ്ക് ലൈറ്റ് റോസ്, ആ ഒരു കളർ ഷെയ്ഡ് നമ്മൾ ഇതിനു മുന്നേ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൻ റോസിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ആ ഒരു റോസിൻ്റെ അടിഭാഗത്ത് ഏറ്റവും താഴെയുള്ള പെറ്റൽസിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് കാണാം. അത് കൂടുതൽ ഒരു മൊട്ടായിരിക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടോ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ പീച്ച് കളറുള്ള ഫ്ലവറിൻ്റെ അടിയിൽ നോക്കി കഴിയുമ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡ് കറക്റ്റായിട്ട് കാണാം. കണ്ടോ ഈ ഒരു ബഡിൽ ഇങ്ങനെയാണ് ഏതൻ റോസിൻ്റെ, കണ്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് നമുക്കതിൽ കാണാൻ കഴിയും. അപ്പോൾ അതാണ് ഏതൻ റോസ്. അതുപോലെ തന്നെ നമ്മുടെ ചുരുക്കായിട്ട് നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസൊക്കെ പോലെ തന്നെ ഉള്ളിൽ ചുരുക്കൊക്കെ ആയിട്ടുള്ളൊരു സ്ട്രക്ചറൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഏതൻ റോസ് എന്ന് പറയുന്നത് ഒരു വിദേശി റോസൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അത് നാടൻ ബഡ്ഡിങ്ങിലൊക്കെ നമുക്ക് ലഭ്യമാവുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഏതൻ റോസൊക്കെ കളക്ട് ചെയ്യാനുള്ളവർ കളക്ട് ചെയ്തോളുക. അതുപോലെ തന്നെ ഏതൻ റോസ് നമുക്ക് കൂടുതലും
പ്രീ ഓർഡർ കിട്ടിയിട്ടുള്ളത് വേറൊരു കളറാണ് കേട്ടോ. അതായത് നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പിങ്ക് കളറാണെന്ന് തോന്നുന്നു, ലൈറ്റ് പിങ്ക്. ആ ഷെയ്ഡിനാണ് പ്രീ ഓർഡർ, അത് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നല്ലൊരു കളർ വന്നിട്ട് 2-3 പ്ലാന്റേ ഉള്ളൂ. ഇതും അത്യാവശ്യം റേറ്റുള്ള റോസാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. പിന്നെ ഞാനിത് ഈ റേറ്റ് എന്ന് പറയുന്നത് വലിപ്പമുള്ള റോസാണ് കേട്ടോ. മദർ പ്ലാന്റ്സ് ആണ്, കുഞ്ഞിക്കവർ റോസൊന്നും അല്ല. വലിയ ചട്ടിയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇതെല്ലാം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ പോട്ടിലോട്ടൊക്കെ മാറ്റി നടേണ്ട പ്ലാന്റ്. അത്രയും വലിപ്പമുള്ള വേരോടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി അടുത്തതാ ഈ ഒരു സുന്ദരി റോസാണ് കേട്ടോ. അപ്പോൾ ഈ റോസ് കരിഷ്മ റോസ് എന്നാണ് നെയിമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് മറന്നു, എനിക്ക് അറിയാവുന്ന ഒരു ഐഡിയ ആണ്. കാരണം കോമൺ ആയിട്ട് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റോസാണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ്. നമുക്ക് എപ്പോഴും കിട്ടുന്നത് ചെറിയ പോട്ടിലുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയാവുന്ന റോസാണ്. ബുഷി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ക്ലൈംബ് ചെയ്ത് പോകുന്നതിനേക്കാളും നന്നായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒത്തിരി മൊട്ടുകളും പൂക്കളും ആട്ടോ ഈ ഒരു റോസിൻ്റെ പ്ലാന്റ് നിങ്ങൾ നേരിട്ട് കാണേണ്ടതാണ്. തീക്കട്ട പോലെ നിൽക്കുന്ന പൂക്കൾ, അതുപോലെ സൂര്യൻ്റെ കളർ, അങ്ങനെ പല കളറാണ് ഇതിൽ. ഇതിപ്പോൾ കണ്ടോ, ഈ ഒരു മദർ പ്ലാന്റിൽ നിറച്ച് പൂക്കളാണ്, അതുപോലെ തന്നെ മൊട്ടുകളും ഉണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റ് കേട്ടോ, ഇതിലൊക്കെ നിറച്ച് മൊട്ടുകളാണ്. ഇതൊക്കെ കൂട്ടത്തോടെ വിരിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കാണാൻ കഴിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ് കേട്ടോ. അത്ര മൊട്ടുകളാണ്. അപ്പോൾ അതിലൊരു പ്ലാന്റാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അത് കണ്ടോ, നിറച്ച് മൊട്ടുകളായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇവരിങ്ങനെ തല കുനിച്ചാട്ടം നിൽക്കുന്നത്. കുറച്ചിങ്ങനെ നേരെ നിന്നാൽ കുറച്ചും കൂടി നമുക്ക് നന്നായിട്ട് എടുക്കാറുണ്ട് വീഡിയോ. പക്ഷേ ഇങ്ങനെ നിൽക്കുവാണ് കണ്ടോ, നല്ല ബുഷിയായിട്ട്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കാവടി കേട്ടോ. ഞാൻ നേരത്തെ നമ്മുടെ റെഡ് റിച്ച് റോസ് പറഞ്ഞില്ലേ, അതായത് ഇങ്ങനെ റെഡ് റിച്ച് റോസിൽ ഇതുപോലൊരു കമ്പ് നന്നായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും മുകളിലോട്ട്. അടുത്ത ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഒറ്റൊരു കമ്പിൽ നിറച്ച് മുട്ടും പൂക്കളാണ്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വെറൈറ്റി കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചത് വ്യത്യാസം കാണിക്കാനാണ്. ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ്, അതൊരു ബുഷി ടൈപ്പാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റി നല്ല അടിപൊളി റോസാണ്. ഞാൻ ഒരിടക്ക് ഇത് 150ൻ്റെ പ്ലാന്റ്സ് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മദർ പ്ലാന്റ് ആണ്. അപ്പോൾ ആ ഒരു വെറൈറ്റി ഒരു പ്ലാന്റേ ഉള്ളൂ. അത് വേണ്ടവർ ആ ഒരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. ആദ്യം ചോദിക്കുന്ന ആൾക്ക് കിട്ടും, അങ്ങനെ പറയാൻ നിവർത്തിയുള്ളൂ. അത്രയും നല്ല റോസാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ടൈപ്പ് മഞ്ഞ നിറം അല്ലേ, മഞ്ഞ ഓറഞ്ചും ചേർന്ന ഒരു അടിപൊളി റോസാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഏത് പ്ലാന്റാണ് നോക്കാം. ഞാൻ കുറച്ച് വിശദീകരിച്ച് പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് ബോറടിക്കാം. പക്ഷേ നിങ്ങൾ സെയിലെന്നുള്ള അല്ല, ഓർഡർ ചെയ്യണം അങ്ങനെയുള്ളൊരു ഇതിലല്ലാതെ കുറച്ച് ഇങ്ങനെ റോസുകളെ പരിചയപ്പെടാം എന്നുള്ള രീതിയിൽ കാണാം കേട്ടോ വീഡിയോ. ഇനി അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ഐഡി എനിക്കറിയില്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു റോസാണ് കേട്ടോ. എൻ്റെ മദർ പ്ലാന്റ് ആണ് കിട്ടിയേക്കുന്നത്. നല്ല ഇങ്ങനെ കുഞ്ഞ് ചുരുക്കായിട്ടൊക്കെ ഇരിക്കുന്ന പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. സാധാരണ ഡേവിഡ് ഓസ്റ്റിൻ റോസിൻ്റെ നടുഭാഗം ഇരിക്കുന്ന രീതിയിലാണ് ഈ ഫ്ലവർ മൊത്തമായിട്ട് കാണുന്നത് കേട്ടോ. ഡേവിഡ് ഓസ്റ്റിൻ റോസായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ, അങ്ങനെയല്ല ഇരിക്കുന്നത്. ഞാൻ ആ ഡേവിഡ് റോസിൻ്റെ സെൻറ്റർ പോർഷനാണ് ഉദ്ദേശിച്ചത്. അതുപോലെ കണ്ടോ, അങ്ങനെ ചുരുക്കി ഇരിക്കുന്നതായിട്ടാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടി വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞ് വിരിഞ്ഞ പൂവാണ്. നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞ് വിരിയുന്ന പൂക്കൾക്ക് കുറച്ചുകൂടി വലിപ്പം കുറയും കേട്ടോ. കാരണം നമ്മുടെ ഇങ്ങോട്ട് എത്തിയതിൻ്റെ ആ ഒരു ഒരു സങ്കടമായിരിക്കും അവർക്ക്. അവരിരുന്ന സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകുന്നല്ല, ആ സങ്കടം കൊണ്ടായിരിക്കും. അടിപൊളി റോസാണ് കേട്ടോ. 2 പ്ലാന്റേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ നാടൻ ബഡ്ഡിങ്ങിൽ വരുന്ന കേട്ടോ. എല്ലാ റോസും നല്ല വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് കളറും അതെല്ലാം കാണുമ്പോൾ ഇത് മറ്റേ കളറായിട്ട് സാമ്യം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ തോന്നാം. തീർത്തും വ്യത്യാസമുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണ് കേട്ടോ, എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണ് അത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഡാർക്ക് പീച്ച് കളറിൽ നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യുന്ന റോസ് കേട്ടോ. അതിൻ്റെ മദർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. നമ്മൾ 150 രൂപയുടെ റോസാണ് ഇത് കൂടുതലും സെയിൽ ചെയ്യണം. 120, 150ൻ്റെ പ്ലാന്റ്സ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ഈ പ്രാവശ്യം എത്തിയിട്ടുണ്ട്. അടിപൊളി പ്ലാന്റ് ആണ്. ഞാൻ മദർ പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ കാണിക്കാം കേട്ടോ. നല്ല ഒരുപാട് മൊട്ടുകളൊക്കെ ഉണ്ടാകുന്ന ഒരു ഫ്ലോറിബണ്ട രീതിയിൽ വിരിയുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് ഇത്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ഇതൊരു നാടൻ പീച്ച് റോസാണ്, ഡാർക്ക് പീച്ച് കേട്ടോ. അത്രയും ഡാർക്കായിട്ടുള്ള കളറാണ്. അപ്പോൾ ഇതാണ് കണ്ടോ, എന്തോരം പൂക്കളൊക്കെ ആയിട്ട് മൊട്ടുകളായിട്ടാണ് നിൽക്കുന്നത് നോക്കുക. അപ്പോൾ ഈ ഒരു റോസാണ് കേട്ടോ. ഇത് ഒരു നാടൻ റോസാണ്. ഇത് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂനൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു രീതിയിലുള്ളൊരു റോസാണ്. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. നമ്മൾക്ക് നല്ല മണമുള്ള റോസാണ്, ഒരു നാടൻ റോസാണ്. അതുപോലെ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലത്തെ പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരേ ഒരു പ്ലാന്റേ ഉള്ളൂ. ഇതൊക്കെ നാടൻ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവരുടെ ഫേവറേറ്റ് ആയിരിക്കും. ഇതൊക്കെ ഒരു പ്ലാന്റ് കിട്ടുന്നത് ആരും കിട്ടിയാൽ കൊടുക്കില്ല. അതുപോലെ
കൊടുത്ത പ്ലാന്റ് ആണ്. കുറേയൊക്കെ ഞാൻ ആ നേരത്തെ ലോഡിലൊക്കെ വരുന്ന പ്ലാന്റ്സൊക്കെ ഇസ്കിയായിരുന്നു കേട്ടോ. ഞാനത് സെയിലിൽ ഇട്ടിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം എല്ലാം സെയിലിനായിട്ട് തന്നെ വെക്കുവാണ് കേട്ടോ. അടുത്തതാ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈ റോസുകളിൽ ഒന്നാണ് കേട്ടോ. കാരണം വലിയ പൂക്കളാണ്. നമ്മുടെ ഒരു ചെമ്പരത്തി പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭംഗിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ്, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈ റോസ് വിരിഞ്ഞാൽ തോന്നണം. കാരണം വലിപ്പമുള്ള പൂക്കളാണ്. ചില പൂവൊക്കെ നല്ല ഇപ്പം എനിക്ക് തോന്നുന്നു DAP ഒക്കെ കൂടുതൽ അവരിട്ട് ഇട്ടിട്ട് പോട്ടിലെത്തിയെന്ന് തോന്നുന്നു. നന്നായിട്ട് നല്ല വലിപ്പം വെക്കുന്നതായിട്ട് കാണാം. മൊട്ടുകളിട്ടോ നല്ല മാൻമിഴി എന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള മൊട്ടുകളാണ് കേട്ടോ. കണ്ടോ എത്ര മൊട്ടാണെന്ന് അറിയോ. ആ ഒരു പോയേക്കുന്ന കൊമ്പിൽ നിറച്ച് മുട്ടുകളൊക്കെ ആയിട്ടുള്ള അടിപൊളി ക്രീപ്പർ വെറൈറ്റിയാണിത്. ഞാനിതിൽ ഒരു 2-3 ക്രീപ്പർ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ പ്ലാന്റ് വെച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കോംബോ പോലെ വാങ്ങണമെങ്കിൽ വാങ്ങാം കേട്ടോ. ഒരാൾക്ക് അത് കിട്ടുള്ളൂ, പക്ഷേ കാരണം എല്ലാം വലിയ പ്ലാന്റ് ആണ് കേട്ടോ. അടുത്തത് ഈ ഒരു നാടൻ വൈറ്റിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ്. ഇതൊക്കെ ഒന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഒരു പ്ലാന്റ് വെച്ചേ ഉള്ളൂ. എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഓർക്കൂട്ട്, ഈ ഒരു പ്ലാന്റ് കൊണ്ടാണോ ഈ സെയിലിന് വന്നേക്കുന്നതെന്ന്. വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മുടെ സ്റ്റാൻഡ്രോം റോസാണ്. ഈ റോസിൻ്റെ മദർ പ്ലാന്റ്സ് ട്രീ റോസും വന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ പ്ലാന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു റോസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇത് ചോദിച്ചവർക്ക് കിട്ടിയിട്ടില്ല. ആകെ 2 പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം വന്നോളൂ. അത് ഓർഡർ ചെയ്തവർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്. അടിപൊളി റോസാണ് കേട്ടോ. ഇത് കണ്ടോ 2 മദർ പ്ലാന്റും പിന്നെ ഒരു ട്രീ റോസും ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളൊക്കെ ഓർഡർ ചെയ്യാം. റോസ സ്റ്റാൻഡ്രോം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ഐസ്ബർഗ് റോസ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട് കേട്ടോ. ഐസ്ബർഗ് റോസ് 2 കളറുണ്ട്, വൈറ്റും ഈ ഒരു കളറും ഉണ്ട്. പക്ഷേ ഇത് സ്റ്റാൻഡ്രോം എന്ന് പറയുന്ന ഒരു റോസാണ് കേട്ടോ. കണ്ടോ ഇത് അതിൻ്റെ ട്രീ റോസാണ്. ട്രീ റോസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇലകൾ കുറവാണ്. കാരണം ഇവർ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഈ ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസിൻ്റെയൊക്കെ ഒരു പ്രത്യേകത, താഴെ ഇലകൾ കുറവായിരിക്കും, മുകൾ വശത്തോട്ടായിരിക്കും ഇലകൾ കൂടുതൽ. അപ്പോൾ അതാട്ട് ഇത് നല്ലൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ വലിയ പ്ലാന്റ് തന്നെ വേണം. കണ്ടോ എന്ത് മുട്ടാന്ന് നോക്കി. വലിയ പ്ലാന്റ് വേണം എന്നുള്ളവർക്ക് ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ, ഒരു ട്രീ റോസ് ഉണ്ട്. ഇത് നമ്മുടെ ബോണിക്ക റോസ് ആണ് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ബോണിക്ക റോസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. 2 മദർ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ കവറല്ല കേട്ടോ, മദർ പ്ലാൻ ആണ്. ബോണിക്ക റോസിന് ബോണിക്ക 82-നൊക്കെ നല്ല ഡിമാൻഡുള്ള റോസാണ്. മദർ പ്ലാന്റ് വന്നിട്ടുണ്ട്. 2 ഉള്ളൂ. അത് ആർക്കാണോ കിട്ടുന്നത് അവർ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികളാണെന്ന് ഞാൻ പറയുള്ളൂ. 2 പ്ലാന്റ് വന്നിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ വൈറ്റ് റോസ് കേട്ടോ, ഹവായി വൈറ്റ്. നമുക്ക് മദർ പ്ലാന്റ് ഒരെണ്ണേ ഉള്ളൂ. കാരണം മദർ പ്ലാന്റ് ഓർഡർ ചെയ്തവർക്ക് കൊടുത്തു. പ്രീ ഓർഡർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല സൂപ്പർ പ്ലാന്റ് ആണ്. ആവശ്യമുള്ളതെന്ന് വെച്ചാൽ പ്രീ ഓർഡർ ചെയ്യേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. കാരണം പ്രീ ഓർഡർ ചെയ്തവർക്ക് വീഡിയോയിൽ ഇടുന്നതിന് മുന്നേ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രീ ഓർഡർ കഴിഞ്ഞിട്ട് ബാലൻസ് വന്നിട്ടുള്ളതാണ്. പിന്നെ ട്രീ റോസ്, നമ്മുടെ ഹവായി വൈറ്റ് ട്രീ റോസ് ഓർഡർ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കും ഞങ്ങൾക്ക് പ്ലാന്റ് വന്നോന്ന്. ട്രീ റോസ് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ട്രീ റോസ് എത്തിയിട്ടില്ല, ഇത് മദർ പ്ലാന്റ് ആണ്. ഇനി ഒരു നാടൻ റോസിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു ട്രീ ആണെന്നൊക്കെ പറയാം. നമുക്ക് പൊക്കമുണ്ട്. നമുക്ക് ഇത് കാണുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കും. ഇത് നല്ലൊരു വലിയ പ്ലാന്റ് തന്നെയാണ്. എനിക്ക് ശിഖരങ്ങൾ ഇങ്ങനെ അകന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബുഷിയായിട്ട് നിൽക്കുന്ന രീതിയിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു നാടൻ റോസാണ്. പുതിയ തളിരൊക്കെ വന്നിട്ടുണ്ട്. നാടൻ റോസ് ആയതുകൊണ്ടാണ് വലിയൊരു ഗുമ്മില്ലാത്തത്. നിങ്ങൾ ചില നാടൻ റോസൊക്കെ കണ്ടിട്ടില്ലേ, ഒരിക്കടെ ഇലകളും അവരുടെ കമ്പൊന്നും കാണാൻ വലിയ ഭംഗിയുണ്ടല്ലോ, പക്ഷെ നന്നായിട്ട് പിടിക്കുന്ന ഒത്തിരി പൂക്കൾ വരുന്ന റോസാണ് കേട്ടോ. കണ്ടോ ഇത് അടിപൊളി ഒരു റോസാണ്. ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന അടിപൊളി പ്ലാന്റ്സ്. പെട്ടെന്ന് പൂക്കളൊക്കെ വേണം എന്നുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങി വേഗം നടണം കേട്ടോ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത് ഒരെണ്ണേ ഉള്ളൂ. ചിലപ്പോൾ അത് ഞാൻ എൻ്റെ ഗാർഡനിലോട്ട് തന്നെ എടുക്കും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇനി അടുത്തത് നമ്മുടെ സുന്ദരിയായിട്ടുള്ള പീസ് ആൻഡ് ലവ് ആണ് കേട്ടോ. പീസ് ആൻഡ് ലവിൻ്റെ മദർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. മദർ പ്ലാന്റ്സ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ പീസ് ആൻഡ് ലവ് ഒക്കെ ഇപ്പോൾ കോമൺ ആണെന്ന് എല്ലാവരും ചിന്തിക്കും അല്ലേ. ശരിയാണ്, പീസ് ആൻഡ് ലവ് കോമൺ ആണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണ് അതിൽ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ മദർ പ്ലാന്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നതല്ല കേട്ടോ മദർ പ്ലാന്റ്സ്. ഇത് നമ്മൾ ട്രീ റോസ് ആയിട്ട് വിൽപ്പനയ്ക്ക് കൊടുത്ത പ്ലാന്റ് ആണ്.
അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ നേരത്തെ വന്ന ഒരു വീഡിയോ ഞാൻ അതിൻ്റെ ഒരു ഭംഗി കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മദർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ 150 രൂപയുടെ റോസും ഉണ്ട് കേട്ടോ. അപ്പോൾ 150 രൂപയ്ക്ക് വേണ്ടവർക്ക് അത് ആ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യാം. ഇതാണ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ റൂട്ട്സ് ഒക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാവും, ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് 150ൻ്റെ പ്ലാന്റ് കേട്ടോ. ഇപ്പുറത്തുള്ളത് മദർ പ്ലാന്റ് ആണ്. അപ്പോൾ പീസ് ആൻഡ് ലവ് റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം, ട്രീ റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം. അടുത്തത് മറ്റൊരു നാടൻ വെറൈറ്റിയാണ്. അതായത് നമുക്ക് നാടൻ വെറൈറ്റിയിൽ ഇതും അത്യാവശ്യം റേറ്റുള്ളൊരു റോസാണ്. ഒരു പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിൽ ആദ്യമായിട്ട് ഈ റോസ് വന്നപ്പോൾ ഒരു ന്യൂ വെറൈറ്റി ആണ് കേട്ടോ. ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ സൈസിൽ തന്നെയുള്ള പ്ലാന്റാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഫ്ലവർ മഴ നനഞ്ഞ് പോയതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്തത് കാണിച്ചത് കേട്ടോ. അടിപൊളി റോസാണ്. ഇതെപ്പോഴും നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഓരോ ലോഡിൽ ഓരോ പ്ലാന്റ് കിട്ടുന്നുണ്ട്. ഞാനപ്പോൾ ഇത് പ്രീ ഓർഡറിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച കാരണം ഞാൻ എപ്പോൾ സെയിൽ വീഡിയോ ഇട്ടാലും ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു റോസാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒറ്റൊരു പ്ലാന്റ് ഉണ്ട്. ഞാൻ എടുത്തത് നമ്മുടെ വൈറ്റ് ഐസ്ബർഗ് റോസ് ആണ് കേട്ടോ. വൈറ്റ് ഐസ്ബർഗ് റോസിൻ്റെ അടിപൊളി പ്ലാന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ക്രീപ്പറും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു മദർ പ്ലാന്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ റോസും അങ്ങനെ അധികമൊന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതൊരു നല്ല അടിപൊളി മദർ പ്ലാന്റ് ആണ്. നമുക്ക് ഇതിൻ്റെ തന്നെ ക്രീപ്പർ ഉണ്ട് കേട്ടോ. വൈറ്റ് ക്രീപ്പർ റോസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വലിയ പ്ലാന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. വൈറ്റ് ക്രീപ്പറിൻ്റെ 2 വലിയ പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ബാക്കി ക്രീപ്പർ റോസൊക്കെ ഓരോന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു കോംബോ പോലെ ഒരാൾക്കേ പക്ഷെ കിട്ടുള്ളൂ. ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞു എന്ന് തോന്നുന്നു. നമുക്ക് ഇതുപോലെ 2-3 ക്രീപ്പർ റോസിൻ്റെ ഓരോ മദർ പ്ലാന്റ് വെച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം, സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇത് ഒരാൾക്ക് വെച്ചിട്ട് കിട്ടുള്ളൂ. കാരണം പ്ലാന്റ് ഓരോ വീതമാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഡബിൾ പെറ്റലിൻ്റെ ബട്ടർഫ്ലൈ റോസ് ആണ്. കുറച്ചും കൂടി ആ ഒരു പൂവിന് കളർ ഉണ്ട് കേട്ടോ. കാരണം മഴയത്ത് പോയേക്കുമാണ് കളർ. മഴയത്ത് പൂക്കൾ നിൽക്കുമ്പോൾ ഒന്ന് കളർ മാറുമല്ലോ, അങ്ങനെ മാറിയേക്കുന്നതാണ്. ഇത് മറ്റൊരു ക്രീപ്പർ റോസാണ്. ഇതെല്ലാം വലിയ പ്ലാന്റ് ആട്ടോ, നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നിറച്ച മൊട്ടുകളും പൂക്കളുമാണ്. ഓരോ തളിരിൽ ഓരോ ബഡ് ഉണ്ട് കേട്ടോ. അതിൽ അങ്ങനെ നിറച്ചിങ്ങനെ എന്താ പറയുക, ഇത് മൊത്തമായിട്ട് ഒന്ന് പൂത്ത് നിൽക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഇരുന്നത് വിരിയും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യാം കേട്ടോ. അതേ കണ്ടോ, അടിപൊളി റോസ് പ്ലാന്റ് ആണ്. വലിയ ക്രീപ്പർ റോസ് വേണം എന്നുള്ളവർക്ക് 2-3 ഷെയ്ഡിലുള്ള ക്രീപ്പർ റോസ് ആണ്. അതുമല്ല നിങ്ങൾക്ക് പടർത്തി കയറ്റാം കേട്ടോ. അത്രയും നല്ല രീതിയിൽ വലിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ റോസൊക്കെ നല്ല മണ്ണ് വെച്ചിട്ട് അയക്കോളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നല്ല മണ്ണിലാണ് ഇത് അയച്ചു തരുള്ളൂ. പക്ഷേ അതനുസരിച്ചുള്ള കൊറിയറും വരും. അപ്പോൾ അതിനൊക്കെ ഓക്കെ ആണെന്നുള്ളവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ചട്ടി പൊട്ടിയാണ് വേര് പുറത്തോട്ട് വന്നേക്കുന്നത്. ശരിക്കും അതിന് പറ്റിയ ചട്ടിയിലല്ല അതുങ്ങൾ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി നടേണ്ട റോസുകളാണ്. അപ്പോൾ അത്രയും വേരുണ്ടാവും നമുക്ക് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും വേരിനിരുന്ന് നിങ്ങളുടെ വീട് വരെ എത്താനുള്ള മണ്ണും വെള്ളവും ഒക്കെ അതിൽ സംഭരിക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള പാക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ പെറ്റലിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഞാൻ കാണിച്ചു. പിന്നെ ഈ ഒരു ഇതുണ്ട്. വേണമെങ്കിൽ ഐസ്ബർഗ് റോസും ഈ ഒരു കോംബോ എടുക്കുന്ന ആൾക്ക് ഐസ്ബർഗ് റോസ് ഞാൻ ആദ്യം കാണിച്ചത് ഓർഡർ ചെയ്യാം. അതുപോലെ ഈ ഡബിൾ പെറ്റലിൻ്റെ ഉണ്ട്, വൈറ്റ് ക്രീപ്പറും ഉണ്ട് കേട്ടോ. അങ്ങനെ 3-4 പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെടുക്കാം. ഞാൻ ആദ്യം കാണിച്ച ബട്ടർഫ്ലൈയുടെ വലിയ സിംഗിൾ പെറ്റലിൻ്റെ ഇത് ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ ഒറ്റൊരു പ്ലാന്റ് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ എല്ലാം. ഇതാണ് ഞാൻ നിങ്ങൾക്കായിട്ടൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇനി അതെന്താ കാരണമെന്നും കൂടി പറയാം. പനിനീർ റോസ് പിടിച്ച് കിട്ടുന്നില്ല. പനിനീർ റോസ് പല ഗാർഡനിൽ നിന്നും പനിനീർ റോസ് വാങ്ങി നട്ടു, പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പരാതി പറയുന്നവർക്കാണ് നിങ്ങൾ ഈ ഒരു പനിനീർ റോസിൻ്റെ ട്രീ റോസ് വാങ്ങി നോക്കുക കേട്ടോ. മദർ പ്ലാന്റും ഉണ്ട്, ട്രീ റോസും ഉണ്ട്. എത്ര മൊട്ടുകളും പൂക്കളാണെന്നറിയോ. ഇത് വേറൊരു കാര്യം കൂടിയുണ്ട്, ഓൺ റൂട്ടിലാണ്. അപ്പോൾ ഓൺ റൂട്ട് ഈ ഒരു റോസൊക്കെ ഓൺ റൂട്ടാണ് എല്ലാവർക്കും ഇഷ്ടം. അതിൽ ഓൺ റൂട്ടിലെ മദർ പ്ലാന്റ് ട്രീ റോസുമാണ്. നല്ല ചക്ക മൊട്ടുകളാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ഈ ഒരു പനിനീർ റോസ് കാണുമ്പോൾ കൊതി വരും. അത്ര അടിപൊളി റോസാണല്ലേ, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ
വലിയൊരു ട്രീ റോസ് നമ്മുടെ കയ്യിലുണ്ട്. അതെനിക്ക് ഗാർഡനിലോട്ട് വേണം എന്നുണ്ട്. ഇനി ആർക്കെങ്കിലും അത് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ തരാം. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗാർഡനിൽ ഓൾറെഡി ഇപ്പോൾ നിറച്ച് പ്ലാന്റ് ആയി. എനിക്ക് റോസ് വെക്കാൻ സ്ഥലമില്ല. വലിയച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ അമ്മ വീട്ടിലാണ് ഞാൻ റോസ് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ അമ്മ വീട്ടിൽ ഞാൻ ഈ റോസുകളൊക്കെ നടന്നുകൊണ്ട് സ്ഥലം ഇല്ലാണ്ടായിട്ടുണ്ട്. എങ്കിലും എനിക്ക് ആ മദർ പ്ലാന്റ് ട്രീ റോസ് വല്ലാതെ അത് വേണമെന്നുണ്ട് കേട്ടോ. അതാരെങ്കിലും ചോദിക്കുവാണെങ്കിൽ കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് തരാനായിട്ട് ഒത്തിരി മദർ പ്ലാന്റ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പനിനീർ റോസിൻ്റെ ഈ ഒരു വെറൈറ്റി, പനിനീർ റോസ് പല കളറിൽ അവൈലബിൾ ആണ്. ഈ ഒരു റോസ് ഈ ഒരു കളറിനാണ് നല്ല ഡിമാൻഡ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു റോസ് ഇനി പിടിച്ച് കിട്ടുന്നില്ലെന്ന് നിങ്ങൾ പറയരുത്. അത്രയും മൊട്ടുകൾ പൂക്കളായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആ മൊട്ട് ചിലപ്പോൾ ആ മൊട്ടുകളെല്ലാം വിരിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഒത്തിരി മൊട്ടുകളും ആയിട്ടായിരിക്കും ഈ പ്ലാന്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് ഓൺ റൂട്ടാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് വരും കേട്ടോ ഈ പ്ലാന്റ് പാക്ക് ചെയ്യാനായിട്ട്. കാരണം നല്ല രീതിയിൽ വളർന്ന് പോയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ ഒരു പ്ലാന്റ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കളക്ട് ചെയ്തോളാം ഞാൻ പറയുള്ളൂ. അത്ര അടിപൊളി പ്ലാന്റാണ് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് ഞാൻ ഡാൻസിങ് റോസ് എന്ന് വിളിക്കുന്ന ഒരു റോസാണ് കേട്ടോ. ഒത്തിരി പൂക്കളുണ്ടാകുന്ന റോസാണ്. മഴയത്തൊക്കെ എന്താ പറയുക, ആടി ഉലഞ്ഞു നിൽക്കുന്ന റോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില കുറ്റിച്ചെടികളൊക്കെ കാറ്റൊക്കെ വരുമ്പോൾ വളഞ്ഞു വന്ന് നിലത്ത് മുട്ടിയിട്ട് നിവർന്ന് നിൽക്കും. അതുപോലെ പോകുന്നൊരു ആടി ഉലയുന്നൊരു റോസാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ റോസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വേണ്ട ആൾക്ക് ഓർഡർ ചെയ്യാം. ഒറ്റൊരു പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത റോസ് കാണാം. ഞാനിത് 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കുന്നത്. അടുത്തത് നാടൻ റോസാണ്. നമ്മുടെ ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് ഒത്തിരി ആളുകൾ ചോദിച്ചു. പക്ഷെ ഒരു മദർ പ്ലാന്റേ ഉണ്ടായുള്ളൂ. അപ്പോൾ അതിൻ്റെ വീണ്ടും ഒരു മദർ പ്ലാന്റ് വന്നിട്ടുണ്ട്. അടിപൊളി റെഡ് റോസാണ് കേട്ടോ. ഇത് നാടൻ റോസാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്ലാന്റ് ഉണ്ടായുള്ളൂ കേട്ടോ. ഗ്രൂപ്പിൽ ഒരുപാട് പേര് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ ഇടുമ്പോൾ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടാതെ വരുമ്പോഴത്തേക്ക് സങ്കടം ആവുന്നുണ്ടാവും. നമുക്ക് വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. 1-2 ഒക്കെ ഉള്ളൂ. പക്ഷേ ഇത് വരുന്നതനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിലോട്ട് ഫോട്ടോസ് ഇടും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കായിരിക്കും ആ ചാൻസ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. അടിപൊളി റോസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കാരണം ഇനിയും നീണ്ടു പോകും. നമുക്ക് ഒത്തിരി റോസുകൾ വേറെ ഉണ്ട്. അത് അടുത്തൊരു സെയിൽ വീഡിയോയിലായിട്ടായിരിക്കും ഞാൻ കാണിക്കുന്നത്. ഇതല്ലാണ്ട് കുറച്ച് പ്ലാൻസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അടുത്തടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ മത്സര വീഡിയോ ഇന്ന് അവസാനിക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ ഇടാനുണ്ടെങ്കിൽ കൊണ്ടുപോയി ഇടുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ നോക്കുക. ഞാനൊരു അടിപൊളി മത്സര വീഡിയോ ഗീവ് അവേ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചാനലിൽ നോക്കി മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തിട്ട് ഇന്ന് രാത്രി 7 മണിക്ക് മുന്നേ ആയിട്ട് അയച്ചു തരിക കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ എനിക്കറിയാം ഒത്തിരി നീണ്ടുപോയി വീഡിയോ, എങ്കിലും നിങ്ങൾ നന്നായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കാണാനും ഒരു അവസരമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ ആസ്വദിച്ചുകൊണ്ട് വീഡിയോ കാണുക. കണ്ടതിന് ഒരുപാട് നന്ദി കേട്ടോ.